Good and today I bought some blueberries. അപ്പം അതിൽ കഴിച്ചു നോക്കിയപ്പം എനിക്ക് കുറച്ച് ഡിഫറൻസ് തോന്നി. അത് ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ. വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരേ പാക്കാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്ലൂബെറീസ് ഉണ്ട് ഇതിൽ. അത് നമുക്കത് കാണുമ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് തോന്നിയതാണെന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചത്. പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അതായത് ഇപ്പം ഞാൻ എടുത്ത ബ്ലൂബെറി കണ്ടോ, അതിൻ്റെ ആ മോൾ ഭാഗം ഇങ്ങനെ ചിന്നിച്ചെതറിയ പോലെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചൊരു ഡെഫിനറ്റ് ഷേപ്പൊന്നുമില്ല. പിന്നെ ഈ ബ്ലൂബെറി കണ്ടോ ഇപ്പം ഞാൻ എടുത്തത്, അതിൻ്റെ കറക്റ്റ് ഒരു സിമെട്രിക്കൽ ഷേപ്പ് ഉണ്ട് അതിന്. ഏതാണ്ട് ഒരു 6-7 ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് അതിൻ്റെ ഇങ്ങനെ ചുറ്റും ഏതാണ്ട് ഒരു ഫ്ലവർ പോലെ കറക്റ്റ് ഒരു സിമെട്രിക്കൽ ഷേപ്പ് ഉണ്ട്. അങ്ങനെയുള്ള നല്ല സിമെട്രിക് ആയിട്ടുള്ള അതിൻ്റെ ഈ ഒരു ടൈപ്പ് ബ്ലൂബെറീസിന് ഭയങ്കര മധുരമാണ്, നല്ല സ്വീറ്റാണ് ഈ ബ്ലൂബെറീസ്. പിന്നെ അസിമെട്രിക്കൽ ആയിട്ടുള്ള അതിൻ്റെ ഈ ടൈപ്പിന് തീരെ മധുരമില്ല, ചെറിയൊരു പുളിപ്പ് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്രഷ് ബ്ലൂബെറീസ് ആയിരുന്നു. ഇത് പോളണ്ടിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. 500 ഗ്രാമാണ്, പോളണ്ടിൽ നിന്ന് വരുന്ന ബ്ലൂബെറീസാണ്. അപ്പോൾ